മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എസ് ജയമോഹനെയും UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിന്ദു കൃഷ്ണയെയും കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. NDA സ്ഥാനാർത്ഥിയായ N പ്രതാപ് കുമാറിനെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. എങ്കിലും മറ്റ് സ്ഥാനാർത്ഥികളോട് അവരുടെ വികസന കാഴ്ചപ്പാടുകൾ എന്താണെന്ന് ചോദിച്ചറിയാം. അതോടൊപ്പം വോട്ടർമാരെയും കാണേണ്ടതുണ്ട്. മണ്ഡലത്തിലേക്ക് കൊല്ലം മണ്ഡലത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളിൽ നിന്ന് തുടങ്ങാം. എന്തൊക്കെയാണ് വികസന കാഴ്ചപ്പാടുകൾ? വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിന് ഒരുപാട് വികസന സാധ്യതകളുണ്ട്. പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. മറ്റ് ആധുനിക കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള വികസന പദ്ധതികൾ നിരവധി ഇവിടെ കൊണ്ടുവരാനുണ്ട്. 20 വർഷക്കാലമായി LDF നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളാണ് ഇവിടെ നിന്ന് ജയിച്ചു പോകുന്നത്. കൊല്ലം നഗരം എന്നത് ജില്ലയുടെ തലസ്ഥാന നഗരമാണ്. ഒരുപാട് മഹാരഥന്മാരായ ആളുകൾക്ക്, സാഹിത്യകാരന്മാർക്ക്, സാംസ്കാരിക നായകന്മാർക്ക് ജന്മം നൽകിയ നാടാണ് ഈ കൊല്ലം. ഇവരെയൊക്കെ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഓർക്കാനും പഴയ തലമുറയിൽപ്പെട്ടവർക്ക് അതിൽ ആവേശം കൊള്ളാനുമായി ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഒരു സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചു. ONV നമ്മുടെ നാട്ടുകാരനാണ്, ചവറ. ONVക്ക് ഒരു സ്മാരകമില്ല. സ്മാരകം ഉണ്ടാക്കാൻ പിണറായി വരേണ്ടി വന്നു. ഇപ്പോൾ ഒരു സ്മാരകം അദ്ദേഹത്തിനുണ്ടായി. അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, ഉദാഹരണമായിട്ട് കാതിക സാമ്രാട്ട് ശാംബശിവൻ സാർ AI കാലഘട്ടത്തിലൂടെ പോവുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ആ തിയേറ്ററിൽ കയറി ശാംബശിവൻ സാറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒതല്ലോ കഥാപ്രസംഗം കേൾക്കണമെന്ന് ഒരാൾക്ക് തോന്നിയാൽ തിയേറ്ററിൽ കയറി ശാംബശിവൻ സാറിൻ്റെ ഒരു ബട്ടൺ അമർത്തുന്നു, സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒതല്ലോ ഇങ്ങനെ നിരത്തി അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം വയ്ക്കും. ഒരു ബട്ടൺ അമർത്തിയാൽ ഒതല്ലോ കഥാപ്രസംഗം കേൾക്കാം. എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം, ഫീസ് കൊടുക്കണ്ട. അത് ഒരു കാര്യം. വി പാർക്ക് ഒരു മേപ്പാലം വന്നു. കീഴ്പ്പാലം എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാമല്ലോ. അവിടെയാണ് ഇന്നിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് അവിടെ ഉല്ലസിക്കാനും ഒത്തുകൂടാനും ഉള്ള ഇടം എങ്ങനെയാണോ അതേപോലെ പുത്തൻ തലമുറയിൽപ്പെട്ടവർക്ക് ഒരുക്കി കൊടുത്ത ഒന്നാണ് പട്ടണത്തിന് നടുക്കുള്ള വി പാർക്ക്. ഇവിടെ തന്നെ സ്ത്രീകളുണ്ട്. സ്ത്രീ സാഹിത്യത്തെ ഒന്നാം സ്ഥാനം നമ്മുടെ. കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എല്ലാ ഡിവിഷനുകളിലും ഒരേ ഫിറ്റ്നസ് സെൻറ്റർ കൊടുത്താൽ അവർക്ക് രാവിലെ പോയി വ്യായാമം ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ആരോഗ്യം കിട്ടും, ആയുസിൻ്റെ ദൈർഘ്യം. കുട്ടികൾക്ക് കളിസ്ഥലം, നമുക്ക് സ്റ്റേഡിയം ഉണ്ട് കൊല്ലത്താണ്. ഉൾപ്രദേശങ്ങളിലുള്ളവർ അവിടെ പോയി ഓടിപ്പഴിക്കാൻ പോകും. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു സ്റ്റേഡിയം ആ നിലയിൽ സാർ. വനിതകളെ ആകെ കൂട്ടി വെച്ചുകൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള പദ്ധതികൾ. ഇങ്ങനെ നൂതനങ്ങളായ നൂറുകണക്കിന് ആശയങ്ങൾ മനസ്സിലുണ്ട്. ടൂറിസത്തിന് പേര് കേട്ട നാടാണ്. കായൽ ടൂറിസമുണ്ട്, മലയോര ടൂറിസമുണ്ട്, അതോടൊപ്പം തന്നെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്. ഇങ്ങനെ തുടങ്ങി അതിമനോഹരമായ നമ്മുടെ നാടിനെ എല്ലാ അർത്ഥത്തിലും പ്രയോജനപ്പെടുത്തി ഇന്ത്യക്കൊന്ന് ലോകത്തൊന്ന് ആക്കി 5 വർഷം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ്. ജില്ലാ പഞ്ചായത്തിൽ 5 വർഷം ഇരുന്നപ്പോൾ ഇന്ത്യയിലെ 1ാമത്തെ ജില്ലാ പഞ്ചായത്തായി. കാഷ്യൂ കോർപ്പറേഷൻ ഇപ്പോൾ ഇൻ്റർനാഷണൽ അവാർഡ് ആ രംഗത്ത് കിട്ടി. ആ അനുഭവ സമ്പത്ത് ഒരു ജനപ്രതിയായി മാറിയാൽ, പ്രയോജനപ്പെടുത്താൻ അത് ലോകോത്തരത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രിയപ്പെട്ട ജനങ്ങളോട് മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപാട് വികസന സ്വപ്നങ്ങളാണ്. ഏതൊരു കൊല്ലംകാരെയും പോലെ എനിക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ചെറിയ ക്ലാസ് തൊട്ടേ കുട്ടികൾ ഇൻ്റർനെറ്റിൽ പരതുന്നത് ഏത് രാജ്യത്തേക്ക് പോകാം എന്നുള്ളതാണ്. അതിനൊരു മാറ്റം വേണം. ലോകത്ത് എവിടെയും കിട്ടാവുന്ന വിദ്യാഭ്യാസ അവസരങ്ങൾ കൊല്ലത്തേക്ക് കൊണ്ടുവരിക, അതുവഴി കൊല്ലത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനവുമായ ആഗ്രഹങ്ങളിലൊന്ന്. രണ്ടാമത്തേത്, ഈ പറഞ്ഞതുപോലെ ജോലിക്ക് കിട്ടേണ്ട സുരക്ഷിതത്വം, നല്ല ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ, അതൊക്കെ കൂടുതൽ വിദേശത്ത് കിട്ടുന്നതുകൊണ്ടാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. നമുക്ക് ആ അവസരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരണം. ലോകത്ത് എവിടെയും കിട്ടാനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിൻ്റെ എല്ലാ സംരക്ഷണത്തോടും കൂടി കൊല്ലത്തേക്ക് കൊണ്ടുവരാം. ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് പൊതു ഇടങ്ങളിൽ ലഭ്യമാക്കി വർക്ക് പ്ലേസ്, ലോകത്ത് എവിടെയുമുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യാൻ ഉള്ള സ്ഥലം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കണം. ഒരു സ്കില്ലപ്പ് കൊല്ലം, അതാണ് എൻ്റെ സ്വപ്നം. പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തക എന്നതിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു MLA എന്ന് പറയുന്നത്
തന്നെ തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനങ്ങളുടെ കുടുംബാംഗമായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു വീട്ടിലൊരു MLA എല്ലാവർക്കും സ്വന്തമെന്ന് തോന്നുന്ന രീതിയിൽ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുക എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ കശുവണ്ടി മേഖലയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചെറിയ ഫാക്ടറി തൊഴിലുടമകളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. 5 പേരാണ് കൊല്ലത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് വ്യവസായികളായിട്ടുള്ള ജനങ്ങൾ. അത് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി വന്നതാണ് ആ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ. തോട്ടണ്ടി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് വ്യവസായം നടത്താൻ പറ്റില്ല. വിദേശത്ത് നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്യണം. ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടിയുടെ പേര് 9.33% ടാക്സ് വർദ്ധിപ്പിച്ചു. അപ്പോൾ 100 രൂപ ഉള്ള തോട്ടണ്ടിക്ക് 109 രൂപയായി. അപ്പോൾ പരിപ്പിന് വില കൂടണ്ടേ? പരിപ്പാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞത് ഇറക്കുമതി ചെയ്യാനുള്ള വാതിലുകൾ തുറന്നിട്ട് കൊടുത്തു. അപ്പോൾ തോട്ടണ്ടിക്ക് വില കൂടി, പരിപ്പിന് വില കൂടി. അപ്പോൾ വായ്പ എടുത്ത ബാങ്കിലെ ആളുകളാകട്ടെ അടുത്ത വർഷം കൂടും എന്ന് പറഞ്ഞിട്ട് വായ്പ പുതുക്കി എടുത്തു. അവസാനം 1 വർഷവും കൂടുന്നില്ല, ഗതി കെട്ടു, ജപ്തി നടപടിയിലേക്ക് വന്നു. കേന്ദ്ര സർക്കാരും ധനകാര്യ മന്ത്രാലയവും സർഫാക്സ് ആക്ട് പ്രയോഗിച്ചു. കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നത് സഹിക്കാൻ വയ്യാത്ത ചില വ്യവസായികൾ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കുറ്റക്കാർ രാജ്യം ഭരിക്കുന്ന ആളുകളാണ്. കൊല്ലം പോലെ ഇടതുപക്ഷത്തിനും CPM-നും വളരെയധികം സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ മുകേഷിനെ പോലെ ഒരു സിനിമാ താരത്തെ നിർത്തിയത് പാർട്ടിയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടോ? എന്താ തോന്നുന്നത്? പാർട്ടിയെ ദുർബലപ്പെടുത്തിയെങ്കിലേ അന്ന് തോക്കത്തില്ലേ? 2 തിരഞ്ഞെടുപ്പിലും മുകേഷ് നല്ല ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഈ നിയോജക മണ്ഡലം ആയി മാറിയതിനു ശേഷം ഗുരുദാസാവും 2 തവണ ജയിച്ചു. അപ്പോൾ 4 തവണ തുടർച്ചയായിട്ട് ജയിക്കുകയാണ്. ദുർബലപ്പെട്ടെങ്കിൽ ഇപ്പം നടന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, ഈ നിയോജക മണ്ഡലത്തിലെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പ് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ട്. ശക്തിപ്പെടുകയാണ് ചെയ്തത്, ദുർബലപ്പെടുകയല്ല ചെയ്തിട്ടുള്ളത്. UDF കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ബിന്ദു കൃഷ്ണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയുണ്ടോ? കാരണം കേരളത്തിന് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നപ്പോഴാണെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം കൂടി പങ്കുവെക്കുകയുണ്ടായി. അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇപ്പോഴതല്ല ഞങ്ങളുടെ ചർച്ച. ഞങ്ങളുടെ ചർച്ചയെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ജയിക്കുക. മുഖ്യമന്ത്രിയാകാൻ ഇപ്പോൾ കേരളത്തിലെ പരിണതപ്രജ്ഞരായ കോൺഗ്രസിന് ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. പക്ഷേ ഭാവിയിൽ അതൊക്കെ ഉണ്ടാവും. ഇപ്പം അത് ഞാനല്ല, ഭാവിയിൽ അതൊക്കെ ഉണ്ട്. ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ഒരു വനിതാ ഞങ്ങളുടെ ചിന്തയിൽ ഇപ്പം അതില്ല. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കുക, കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക, ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടാവുക, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടാവുക, ജനങ്ങൾക്ക് ആവശ്യമായി ഈ കേരളത്തിന്റെ വികസന മുരടിപ്പിന് അന്ത്യം കുറിക്കുക. ഇപ്പോൾ അതാണ് അജണ്ട. പ്രചരണത്തിന് ഇറക്കുമ്പോൾ ജനങ്ങളുടെയൊക്കെ സ്വീകാര്യത എത്രത്തോളം ഉള്ളതാണ്? പിന്നെ മാത്രമല്ല, ഒരു 3ാം പിണറായി സർക്കാർ അത് ഉറപ്പ് തന്നെയാണ്. ജനങ്ങൾ ഇപ്പം പറഞ്ഞല്ലോ, അമ്മമാര് നിങ്ങൾ സ്വീകരണ കേന്ദ്രത്തെ കണ്ടു കാണുമല്ലോ, 75, 80, 82 ഇങ്ങനെയൊക്കെയുള്ള പ്രായത്തിൽപ്പെട്ട ഈ സ്വീകരണ കേന്ദ്രത്തിൽ എത്താൻ കഴിയാത്തതുകൊണ്ട് വാഹനം കടന്നു പോകുന്ന പാതയോരത്ത് ഒരു പൂവുമായിട്ടിരിക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ അത് ഏറ്റുവാങ്ങുന്നത് മാത്രമല്ല, ഇന്നലെ ഞാനൊരു കേന്ദ്രത്തിൽ പോയപ്പോൾ ഒരു 20 രൂപ ഒരമ്മ സ്വീകരിച്ചിട്ട് കൈ തന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, അഞ്ചാലം മൂടിൽ മുഖ്യമന്ത്രി വരുന്നു. മുമ്പ് UDF ഇരിക്കുമ്പോൾ 600 പെൻഷൻ, 17 മാസം കുടിശ്ശിക, ഇപ്പോൾ 2000 ആക്കി. 1 മാസത്തെ അഡ്വാൻസ് ആയിട്ടാണ് വിഷു ആഘോഷിക്കണം, ഈസ്റ്റർ ആഘോഷിക്കണം. ആ മുഖ്യമന്ത്രിയെ കാണണമെന്നുണ്ട്, ആരോഗ്യം അനുവദിക്കുന്നില്ല, വാർദ്ധക്യം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു മാല വാങ്ങി ഇട്ടുകൊടുക്കാൻ എൻ്റെ കയ്യിൽ തന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെങ്ങനെ ചിന്തിക്കുന്നു? ഇനി വേറെ വല്ലതും നിഘണ്ടു നോക്കണോ? എല്ലാ മനുഷ്യരും ഒപ്പമുണ്ട്, മനസ്സിലായില്ലേ? സമാധാനപരമായി ജീവിക്കണ്ടേ? ഇവിടെ ഒരു പള്ളി 10 വർഷത്തിനിടയിൽ ആരെങ്കിലും പള്ളി തുറച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു അമ്പലം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പൂജാരിക്ക് പരിക്കേക്കാത്ത നാടല്ലേ ഇവിടെ? അമ്പലത്തെ അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ നല്ല പ്രശ്നമുണ്ടോ? ആ നാട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട്. ദൈവത്തിൻ്റെ സ്വന്തം നാട് നിലനിർത്തുന്നത് ഇടതുപക്ഷമുള്ളത് കൊണ്ടാണ്. പിണറായി നെഞ്ചു കൊടുത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ പറ്റും. അത് വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് സഫലമാവും. അതുകൊണ്ട് 3ാം സർക്കാർ വരും. ഹൃദയം കൊണ്ടാണ് പ്രിയപ്പെട്ടവർ എന്നോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ തവണ ചെറിയ വോട്ടിൽ പരാജയപ്പെട്ടതിന് ശേഷം മുഴുവൻ സമയവും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം, തെരഞ്ഞെടുത്ത ജനപ്രതിനിധി ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ മുഴുവൻ സമയം നിന്നു. ആ ഒരു സ്നേഹം ഇത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല. അഗാധമായ സ്നേഹമാണ്. തീർച്ചയായും കൊല്ലത്തെ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അവർ എന്നെ തിരഞ്ഞെടുക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഏത് പാർട്ടിയാണെങ്കിലും ഒരു ഭരണത്തിൽ വരുമ്പോഴത്തേക്ക് മറ്റു പാർട്ടിക്കാർ താഴ്ത്തിക്കെട്ടാനല്ലേ നോക്കത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് അറിയുള്ളത് നമുക്ക് നല്ലതായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പം അതങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഈ വർഷം LDF തന്നെ ഭരണത്തിൽ വരുമെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. LDF നിന്നും ജയമോഹനെ പ്രതീക്ഷിക്കാം.
അത്യാവശ്യം നല്ല വികസനങ്ങളുണ്ട് LDF സർക്കാർ വന്നതിന് ശേഷം. LDF വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കോൺഗ്രസ്സുകാർക്കൊരു നിലപാട് കാര്യങ്ങളൊന്നുമില്ല, തമ്മിൽ അടിയൊക്കെയാണ്. അതെ BJP വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കേന്ദ്രത്തിൻ്റെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ കടപ്പ് വെച്ച് നോക്കുമ്പോൾ UDFന് സാധ്യത ഇപ്പം കാണുന്നുണ്ട്. എന്താണുള്ള കാര്യം ഇപ്പോഴത്തെ നില കാണുന്ന അറിയാമല്ലോ എല്ലാവർക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് ഇപ്പം LDFൻ്റെ ഓരോ നീക്കങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് UDFന് സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ UDFൻ്റെ കാലത്താണെങ്കിലും LDFൻ്റെ കാലത്തിന് എല്ലാ വികസനങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. LDFന് മാത്രമേ ഉള്ളൂ. LDFനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. LDFിലാണ് വിശ്വാസമുള്ളത്. അത് മാത്രമേ നോക്കുന്നുള്ളൂ. LDFിൽ LDF പാർട്ടിക്കാണ്, വ്യക്തിക്കല്ല ചെയ്യുന്നത്. LDFിൽ ആര് ചെയ്താലും അവർക്കേ ചെയ്യുള്ളൂ, അത്രേ ഉള്ളൂ. വേറെ ഓപ്ഷനില്ല. വേറെ ആരെ ചെയ്യും? വേറെ ആരും ഇല്ല. വേറെ ആരെങ്കിലും കൊടുക്കും? ആളില്ല വേറെ. നമുക്കതേ ഉള്ളൂ. അതിനകത്ത് ഓപ്ഷനാ അങ്ങനെയൊന്നുമില്ല. അടുത്ത അതേ ഉള്ളൂ. ഭരണവിരുദ്ധം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണെന്ന് ആരും പറയുന്നില്ല. ഭരണവിരുദ്ധത എന്ന് പറയുന്നുള്ളൂ. എന്താണെന്ന് ആരെങ്കിലും പറഞ്ഞതാ? എനിക്കറിഞ്ഞൂടാ. ഞാൻ നോക്കിയിട്ട് ഭരണവിരുദ്ധമായിട്ട് എന്താ നടക്കുന്നത് എനിക്കറിയില്ല. നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.